ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ളൊരു ഡെസേർട്ടാണ്. ഏത്തപ്പഴവും മാമ്പഴവും കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡെസേർട്ടാണിത്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ഡെസേർട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഏത്തപ്പഴം എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നാലായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് മാമ്പഴം എടുക്കണം. അപ്പോൾ ഈ മാങ്ങാപ്പഴമാണെങ്കിലും ഏത്തപ്പഴമാണെങ്കിലും ഒരുപാട് പഴുത്ത് പോയതെടുക്കരുത് കേട്ടോ. ഒരു പാകത്തിന് പഴുപ്പുള്ളത് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് അധികമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ ഇത്ര ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് അതനുസരിച്ച് എടുത്തേച്ചാൽ മതി കേട്ടോ. അപ്പോൾ മാമ്പഴമാണെങ്കിലും തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം വേണം കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇതൊക്കെ അരിഞ്ഞ് തന്നത് ഇക്കായും കുട്ടികളും കൂടിയാണ് ഇതൊക്കെ അരിഞ്ഞ് തന്നത്. അപ്പോൾ നമുക്കിനിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഒക്കെ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ, പഴം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ പഴം വിളയിച്ചത് ഉണ്ടാക്കുമല്ലോ, അതുപോലെ തന്നെ ആക്കിയെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അതിനകത്തേക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചൊക്കെ പഞ്ചസാര ചേർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി വന്ന് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് സിന്നമൺ പൗഡർ 1 ടീസ്പൂൺ, അതായത് നമ്മുടെ പട്ട പൊടിച്ചതുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. പട്ട പൊടിച്ചത് തന്നെ ചേർക്കണം കേട്ടോ, അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഇപ്പോൾ ഇതാ പഴം വാട്ടിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു റിങ് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അടുപ്പത്തുനിന്ന് വാങ്ങിയൊക്കെ വയ്ക്കുമ്പോൾ എടുക്കുന്ന ഒരു റിങ് ഉണ്ടല്ലോ, അതൊക്കെ ആണെങ്കിലും എടുത്തുവെച്ചാൽ മതി കേട്ടോ. എന്തെങ്കിലും ഒരു റിങ് അല്ലെങ്കിൽ എന്തെങ്കിലും റൗണ്ടിലുള്ള ഈ ഒരു ഷേപ്പൊക്കെ കിട്ടാൻ പാകത്തിന് നമ്മൾ കട്ടറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തുവെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ പഴം പാട്ടിയത് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. നല്ലതായിട്ട് പ്രസ് ചെയ്ത് തന്നെ ഫില്ല് ചെയ്ത് വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നട്ട്സ് പൊടിച്ചതാണ് കേട്ടോ ചേർക്കണത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണ് നട്ട്സാണോ ഉള്ളത് അത് പൊടിച്ച് ചേർക്കാം കേട്ടോ. കാഷ്നട്ടോ പിസ്തയോ ബദാമോ അങ്ങനെ എന്താണോ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് പൊടിച്ച് ചേർക്കുക. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ ഇടുന്നത്. മുളക് പൊടി ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ചൊന്ന് ഒരു രസമാണ് കേട്ടോ ഇത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഐസ്ക്രീം. അപ്പോൾ ഞാനിവിടെ വയ്ക്കണത് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ബട്ടർ സ്കോച്ച് ഉണ്ടായിരുന്നു, സ്പാനിഷ് ഡിലൈറ്റ് ഉണ്ടായിരുന്നു, അതുപോലെ വാനില ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് 3ഉം ഇതിൻ്റെ മുകളിലിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ മാംഗോയുടെ ഉണ്ടെങ്കിൽ മാംഗോയുടെ ഐസ്ക്രീം വെച്ച് കൊടുക്കാം, അതിൽ വാനില ഉണ്ടെങ്കിൽ വാനിലയും വെച്ച് കൊടുക്കാം. അപ്പോൾ അത് രണ്ടും വെച്ചാൽ നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. സ്പാനിഷ് ഡിലൈറ്റൊക്കെ ഓൾറെഡി അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു ഐസ്ക്രീമാണ് ഇതൊക്കെ. അപ്പോൾ എന്നാലും ഇതൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ, നമ്മുടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് പൊക്കി മാറ്റാം. പക്ഷെ ഞാനിത് പൊക്കി മാറ്റിയപ്പോൾ തന്നെ കുറച്ചും കൂടി ചാടി പോന്നു കേട്ടോ. അപ്പോൾ ശരിക്കും ഇങ്ങനെ ചാടി പോരരുത്, ഒറ്റ ഇതായിട്ട് തന്നെ ലെയറായിട്ട് നല്ല ഭംഗിക്ക് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ അതിൽ ചെറിയ കട്ടറിൻ്റെ ഒക്കെ ഉണ്ടാവില്ല, റൗണ്ടിലുള്ള കട്ടർ, അതൊക്കെ വെച്ചിട്ട് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനാണെങ്കിൽ. നല്ല ടേസ്റ്റാണ്, എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് കഴിക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു സംഭവം തന്നെയായിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാനിത് കോപ്പി അടിച്ച റെസിപ്പിയാണ് കേട്ടോ. ഇത് എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ FBയിൽ ഇക്കായൊക്കെ FBയിൽ കണ്ടപ്പോൾ ഇത് നല്ല എളുപ്പമുണ്ടല്ലോ ഉണ്ടാക്കാനെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 കിലോ പഴമൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. ഇഷ്ടംപോലെ ഉണ്ടാക്കിയത്. ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുക്കണമെങ്കിലൊക്കെ ഇതുപോലെ പാക്ക് ചെയ്ത് നമുക്ക് കൊടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ലെയർ ചെയ്ത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ ഒരു ബോക്സിലാക്കിയും ഒക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഷെമീം വെറൈറ്റീസ് എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ടല്ലോ, അതിനകത്താണ് ഇക്ക കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത് ഇത് നല്ല എളുപ്പമുണ്ടെന്ന് തോന്നുന്നു, നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിപ്പോൾ 2-3 പ്രാവശ്യം ഇത് ഉണ്ടാക്കി കേട്ടോ. നല്ലതായിട്ട് തോന്നിയുകൊണ്ട് തന്നെ ഞാനിത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.